കേരളത്തിലെ CPM-ൻ്റെ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഈ കേസിൻ്റെ ഉണ്ടാക്കിയ ഒരു പ്രകമ്പനം അവരിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേസ് വീണ്ടും കോടതിയിൽ വരുമ്പോൾ ഇനി എന്താണ് ഹൈക്കോടതിയിലൊക്കെ ഉണ്ടാകാമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ആ അന്വേഷണം ആ രീതിയിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഒരു നയവ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിലുണ്ടായ ഒരു പ്രശ്നമാണല്ലോ ഇത്. കാരണം മറ്റേ ഏറാമല ഗ്രാമപഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പ്രശ്നത്തിൻ്റെ തുടക്കം തന്നെ. കാരണം അന്ന് CPM ഭരിച്ചിരുന്നു. ജനതാദൾ അവിടേക്ക് ജനതാദളിന് എസിന് അവിടെ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി തീരുമാനത്തിനെ അന്നത്തെ അവിടുത്തെ CPM-ൻ്റെ നേതാക്കളായ TP ചന്ദ്രശേഖരൻ കൂട്ടരൊക്കെ എതിർത്ത് ആ രീതിയിലാണല്ലോ പിന്നെ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതൊരു നയവ്യതിയാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടായ ഒരു സംഭവമാണിത്. അപ്പോൾ പാർട്ടിക്ക് ഇതുവരെ അവരുടെ അണികളോട് ഇതിൻ്റെ സത്യാവസ്ഥ പറയാൻ പറ്റിയിട്ടില്ല. നേരത്തെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ നേതൃപാഠം അതിൽ വ്യക്തമായെന്ന്. അതെങ്ങനെയാണ് വ്യക്തമായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉദ്യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കുലകുത്തി പ്രയോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അന്ന് പാർട്ടിയിലുണ്ടാക്കിയ വിഭാഗീയത നമ്മൾ കാണരുത്. VS അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? അത് ശ്രീ വിജയൻ്റെ അഭിപ്രായമാണെന്നാണ് പറഞ്ഞത് കുലംകുത്തി എന്നുള്ള പ്രയോഗം. അതിനുശേഷം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ രമയെ കാണാൻ അദ്ദേഹം വടകരയെത്തി. ഇതൊക്കെ ഒരു പാർട്ടിയുടെ വിജയമായിട്ട് നമുക്ക് ഒരു നേതൃപാഠവുമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ആ ദിവസം തന്നെ VS തിരഞ്ഞെടുത്തിട്ട് അന്ന് നെയ്യാറ്റിൻകര LDF തോറ്റുപോയെന്ന് മാത്രമല്ല, പിന്നീട് ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ VS-നെതിരെ അവർക്ക് ഒരു നടപടി എടുക്കാനും കഴിഞ്ഞില്ല. പാർട്ടിയിലെ VS പിണറായി പോര് പരസ്യമായ ഒരു സംഭവം. അത് ശ്രീ VS അച്യുതാനന്ദൻ അന്ന് ആശയപരമായ ഒരു പോരാട്ടം അവിടെ നടത്തി. അതൊന്നും നമ്മൾ മറക്കാൻ കഴിയില്ല. ആ ആശയപരമായ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോയത് പിണറായി ഗ്രൂപ്പാണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അന്ന് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ശേഷം പാർട്ടി ഒരുപാട് ന്യായീകരണങ്ങൾ നടത്തി, പ്രതികൾക്ക് വേണ്ടി സഹായം ചെയ്തു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട്. പക്ഷെ അതിൽ പിന്നീട് UDF-ൻ്റെ ഭാഗമായിട്ട് KK രമ RMP സ്ഥാനാർത്ഥി വടകരയിൽ ജയിച്ച ശേഷം UDF-ൻ്റെ സംരക്ഷണയിലേക്ക് RMP പോയി എന്ന് മാത്രമല്ല, നിയമസഭയിൽ ശ്രീ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു എന്നത് CPM എങ്ങനെ സഹിക്കും? ശ്രീ നമ്പ്യാർ ഒരു കാര്യം ആലോചിക്കുക. നിയമസഭയിലുള്ള KK രമയെ അവർ അധിക്ഷേപിച്ചത് മറക്കാൻ കഴിയുമോ? നിയമസഭയിലെ കഴിഞ്ഞ കാലത്ത് അവിടെ ഒരു സംഘർഷത്തില് ശ്രീമതി രമയുടെ കൈയൊടിഞ്ഞപ്പോഴേ അത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് CPM-ൻ്റെ MLA-മാർ പ്രസ്താവന ഇറക്കി. ഇപ്പോൾ അത് കോടതി കേസാണ്. അപ്പം ഞാൻ പറയുന്നത് അവരുടെ മാത്രമല്ല, രമയെ പരിഹസിച്ചില്ലേ CPM-ൻ്റെ ഒരു പ്രമുഖ നേതാവ് സഭയിൽ? അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അവരുടെ മനസ്സിൽ ആ നയപരമായ വ്യതിയാനത്തിൽ ഉണ്ടായ അവരുടെ പരാജയം, ആ പരാജയമാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം. അപ്പം നേതൃപാഠം ഉണ്ടെങ്കിൽ പാർട്ടി ആശയപരമായി മുന്നോട്ട് പോകണം. ആശയപരമായി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇപ്പം ദാ നോക്കൂ, ഇനി കേസ് വീണ്ടും പുനരാലോചനയ്ക്ക് വന്നാൽ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വരില്ലേ? അപ്പം ചർച്ചയാവില്ലേ? ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? ഞാൻ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വിധിയെ സ്വാഗതം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കാതിരിക്കാനാണ്. അപ്പോൾ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പാർട്ടി ഭയക്കുന്നു. അല്ലെങ്കിൽ പാർട്ടി നേതാവ് അതല്ലല്ലോ പറയേണ്ടത്. ഇത് ഗൂഢാലോചനയായിരുന്നുവെന്നും ഇതിലെ കുറേ പേരെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ന്യായീകരണമൊക്കെ എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കൊണ്ടുവരാതിരുന്നത്? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി ഇപ്പോഴും ഭയക്കുന്നു. ഈ കേസ് ഈ പാർട്ടിയെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആശയപരമായ പോരാട്ടം സംഘടനയിൽ വേണം എന്ന് നിരന്തരം പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആശയപരമായ സംവാദത്തിന് ഞങ്ങൾ അനുകൂലമല്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ പഴയകാലത്ത് EMS നമ്പൂതിരിപ്പാടും AV ആര്യനും ഒക്കെ തമ്മിൽ ഉണ്ടായ ആ ഒരു ആശയ പോരാട്ടത്തെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. EMS-ഉം ആര്യനും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര്യൻ നമ്പൂതിരിയെ എന്തുകൊണ്ടാണ് പുറത്താക്കപ്പെട്ടത്? പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് വേറൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ? ഇതൊക്കെ ആലോചിക്കണം. ഒരു ഘട്ടത്തിൽ നമ്മുടെ VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടിയിൽ നിന്നും ചിലർ പോകും, ചിലർ തിരിച്ചു വരും. അങ്ങനെ ക്രിയാത്മകമായ നടപടിയെടുത്ത് പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയുള്ളവരെ അവിടെ നിലനിർത്തണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? MVR പോയി പാർട്ടി ഉണ്ടാക്കിയില്ലേ? KR ഗൗരിയമ്മ പോയി പാർട്ടി ഉണ്ടാക്കിയില്ലേ? അതുപോലൊരു പാർട്ടി അവർ ഉണ്ടാക്കുമായിരുന്നു എന്ന് മാത്രമാണ് VS പറഞ്ഞത്. അപ്പൊ ആലോചിക്കണം, ആശയപരമായൊരു പോരാട്ടത്തിൽ VS എവിടം വരെ എത്തി എന്ന് ആലോചിക്കണം. അവിടെയാണ് ഈ ഉന്മൂലനം എന്ന രീതിയിൽ നമ്മൾ കണ്ടത്. ഒരു മനുഷ്യനെ അങ്ങോട്ട് ഇല്ലാതാക്കിയപ്പോൾ ആ ആശയം അവിടെ എങ്ങനെ അസ്തമിച്ചു?
അവിടെ കെ രമ വളർന്നു വന്നില്ലേ, പുനർജനിച്ച പോലായില്ലേ ടി പി ചന്ദ്രശേഖരന്റെ ആശയം. ആരംഭിക്കുന്ന ഓഞ്ചിയത്ത് അവരെ ഒരു പഞ്ചായത്തിലില്ലേ, അവര് ഭരിക്കുകയല്ലേ, അവിടെ ഒരു MLA ആയില്ലേ. ആ MLA എന്ന് പറയുന്നത് നിയമസഭയിൽ ടി പി ചന്ദ്രശേഖരന്റെ ശബ്ദമായി മാറിയില്ലേ.